വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹോം ഐസൊലേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഹോം ക്വാറന്റൈനിലൊക്കെ ആയിട്ട് എങ്ങനെ പോകണം? ആക്ച്വലി നല്ല ബോറാണെന്ന് എനിക്കും അറിയാം. എനിക്കും അതേപോലെ തന്നെ നല്ല ബോറടിക്കുന്നുണ്ട്. പക്ഷേ വേറെ വഴിയില്ല. നമ്മൾ ഇതുവരെ ഇങ്ങനൊരു സിറ്റുവേഷനൊന്നും ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. അത് കാരണം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയണ്ടാവില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ജോലിക്ക് പോകാത്ത ആൾക്കാരാണെങ്കിൽ പോലും അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനോ കുറച്ച് ആൾക്കാരുമായിട്ട് മിണ്ടാനോ ഒക്കെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല അല്ലേ? നമുക്ക് എന്താ പറയുക, ആരുമായിട്ടും വർത്തമാനം പറയാൻ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പോഷർ ഒന്നും പാടില്ല എന്നുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ 31 തീയതി വരെയുള്ള ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 31 തീയതി കഴിയുമ്പോഴേക്കും എല്ലാവരുടെ അസുഖമൊക്കെ മാറി പ്രശ്നമൊക്കെ മാറും എന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ചു. 31 തീയതി വരെ എനിക്ക് മാക്സിമം ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഇന്നലെ നമ്മുടെ ന്യൂസിൽ കണ്ടത് 31 അല്ല, ഒരു 21 ദിവസത്തേക്ക് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് ഇറങ്ങാൻ പാടില്ല, വീട്ടിൽ തന്നെ സെൽഫ് ഐസൊലേഷൻ അല്ലെങ്കിൽ ഹോം ക്വാറന്റൈൻ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കേ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടും. നമ്മൾ ടി വിയിൽ ന്യൂസുകൾ കാണുന്നു, ആൾക്കാർ മരിക്കുന്നതിനെ പറ്റി കാണുന്നു അല്ലെ? പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു ഈ കൊറോണ കാരണം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചു പോകും, കുറേ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോണത് അതിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഹോം ക്വാറന്റൈൻ ഫോർ 21 ഡേയ്സ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 1.5 ആഴ്ചയായിട്ട് നമ്മളെല്ലാവരും എന്താ പറയുക ഹോം ക്വാറന്റൈനിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഹോം ക്വാറന്റൈൻ തുടങ്ങി ഒരു 1-2-3 ദിവസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമൊക്കെ അങ്ങനെ തന്നെ നോർമലായിട്ട് പോകുന്ന പോലെ. നോർമലി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആദ്യത്തെ 2 ദിവസമൊക്കെ പോയുള്ളൂ. പക്ഷേ സെയിം രീതിയിൽ പോകാൻ നമുക്കൊരിക്കലും 3rd ഡേ 4th ഡേ ആകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ടാണ്, നമ്മൾ മെൻ്റലി ഭയങ്കര ലോ ആയി പോകും. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് നമ്മൾക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ കാരണം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് എപ്പോഴും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി വീട്ടിലിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എത്ര ബോറാണെന്നുള്ള കാര്യം. അനാവശ്യമായിട്ട് കൈയൊന്നും വായിൽ കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചോദിക്കും. അതാണ് മെയിൻ കാര്യം. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ആവശ്യമില്ലാണ്ട് കണ്ണ് തിരിഞ്ഞരുത്, മൂക്ക് തൊടരുത്, വായി തൊടരുത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എനിക്കിവിടെ ചൊറിയുന്നുണ്ടോ, മൂക്ക് ചൊറിയുന്നുണ്ടോ, കണ്ണ് തിരുമാൻ തോന്നുന്നുണ്ടോ, അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അത് എനിക്ക് മാത്രമല്ല തോന്നുന്നു, എല്ലാവർക്കും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാരണം കൊണ്ട് നമുക്കത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണല്ലേ. നമ്മൾ സ്വയം തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത് അല്ലേ? തിരിച്ചറിവ്. ഒന്നാമത്തെ കാര്യം, പുറത്ത് കറങ്ങി നടക്കാനുള്ള സമയമല്ല അത്. ഇത് നമ്മളുടെ സിറ്റുവേഷൻ കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ 21 ഡേയ്സ് ക്വാറന്റൈൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ പോലും പറ്റില്ല. ഈ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോലും നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞാൻ അടക്കമില്ല എല്ലാവരും ഉള്ളത്. ഞാനിപ്പോൾ എന്ന് പറയാൻ പോണത്, ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സിലുള്ള ആ ഒരു എനർജി ഒന്നും പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കാവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ദേഷ്യം വരിക, ഒരു കാര്യമില്ലാണ്ട് വെറുതെ ദേഷ്യം വരിക, ഈ ന്യൂസ് കണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് എന്താവുമെന്ന് ആലോചിക്കുക, അങ്ങനെയുള്ള കുറച്ച് ഹാർഡ് സിറ്റുവേഷൻസാണ് എനിക്ക് മാത്രമല്ല. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവരും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മാത്രം കുഴപ്പമില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് കമ്പനിയിൽ നിന്ന് മെയിൽസൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്, ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല, മെൻ്റൽ ഹെൽത്ത് എന്താ നോക്കാനുള്ള, നമ്മളായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾ ഒരു സാധാരണ ആളുടെ, ഇപ്പോൾ ജോലിക്ക് പോകാത്ത ഒരാളുടെ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിലെ അപ്പുറത്തുപുറത്തൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു,
വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു, അങ്ങനൊരു നോർമൽ. ഇനി ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ കുറച്ച് ആൾക്കാരോട് വർത്തമാനം പറയുന്നു, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഒരു 10 hours നമ്മൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്ത് 24 hours എന്നിട്ട് തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റുട്ടീൻ. ഇപ്പോൾ വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോകുക, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകും, ഭക്ഷണം കഴിക്കാമെന്നല്ല, സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ പുറത്ത് പോകുന്നു. അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു നോർമൽ ലൈഫുള്ള ഒരാളുടെ റൂട്ടീൻസ് അല്ലേ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീട്ടിലിരിക്കുക ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അല്ലേ. ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ അത്യാവശ്യമായിട്ട് ഉള്ള സാധനങ്ങൾ മേടിക്കാൻ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് ഫോളോ ചെയ്യുക. അപ്പോൾ വീട്ടിലിപ്പോൾ 4 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പോയാൽ മതി. സാധനങ്ങൾ മേടിക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലും. അല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പുറത്തിറങ്ങാം, എന്താ വെച്ചാൽ ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ വെച്ചാൽ സെൽഫ് റിയലൈസേഷൻ. നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താമെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോൾ 21 days നിങ്ങൾ കണ്ടിന്യൂസ്ലി വീട്ടിലിരിക്കാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഹോബീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുക പണ്ട് ചിലർ പറഞ്ഞ പണ്ട് ഞാൻ എഴുതുമായിരുന്നു, കഥകളൊക്കെ എഴുതുമായിരുന്നു, അല്ലെങ്കിൽ കവിത എഴുതുമായിരുന്നു, ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല. ഇപ്പം നിങ്ങൾ ബിസി ലൈഫിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അത് നമ്മൾ ബിസിയാണ്, അതിനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റിയ സമയമാണിത്. 21 ദിവസം ഉണ്ട് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹോബീസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പഴയ ഹോബീസിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാം, റീഫ്രെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ കഥകൾ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹോബീസ് അല്ല. നിങ്ങൾക്ക് വായനാശീലം തുടങ്ങേണ്ടവർക്ക് തുടങ്ങാം, പണ്ട് ഉണ്ടായിരുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ കാര്യം, ഇപ്പോൾ ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ജിം എന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ബേസ്ഡ് അല്ല പറയണത്, അല്ലാതെയുള്ള എക്സസൈസ് ആയാലും ഇപ്പോൾ ട്രെയിനേഴ്സ് വഴിയുള്ള ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു ജിം റൂട്ടീൻസോ നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി വീട്ടിൽ തന്നെ പറ്റുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാം. വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആവും. ചിലർക്ക് സ്ട്രെസ്സ് കാരണം തടി വയ്ക്കും, ചിലർക്ക് സ്ട്രെസ്സ് കാരണം തടി കുറയും. പക്ഷെ ഞാനൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ കുറച്ച് തടി വയ്ക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ നിങ്ങളൊരു കാര്യം ചെയ്യുക, രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ഒരു ചെറിയ സ്കെഡ്യൂൾ പോലെ ചെയ്യുക. രാവിലെ എണീക്കുന്നു, നിങ്ങൾ ജിമ്മിൽ പോകാറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഒരു മണിക്കൂർ എക്സസൈസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആക്ച്വലി എക്സസൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബോറാണെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ സമയമുള്ള സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് രാവിലെ എണീറ്റ് ഒരു 1 hour കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ നോർമലി ഇപ്പോൾ ചായ കുടിക്കാറോ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാറോ അല്ലെങ്കിൽ ലെമൺ ടീ അല്ലെങ്കിൽ ലെമൺ ഹണി ഇതൊക്കെ കുടിക്കാറുള്ള ആൾക്കാരാണെങ്കിൽ അത് കുടിക്കുക. അതിനുശേഷം വീട്ടിലെന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അല്ല, വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനാണ് അറിയാത്തതെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വീട്ടിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക. അങ്ങനെ വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഹെൽപ്പ് ചെയ്ത് അതിനുശേഷം ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടൈമിങ്ങിന് കഴിക്കുക. നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്താണോ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി ഒരുപാട് റിഫ്രഷ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രാവിലെ തന്നെ അതായത് ഇപ്പോൾ പേഴ്സണൽ ഹൈജീൻ വേണ്ട സമയമാണ്. ഇപ്പോൾ എന്നല്ല, നമുക്ക് എപ്പോഴും വ്യക്തി ശുചിത്വം എപ്പോഴും വേണ്ടതാണ്. പേഴ്സണലി എപ്പോഴും നമ്മൾ നീറ്റായിട്ടിരിക്കുക, ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യക്തി ശുചിത്വം, കൈകൾ കഴുകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് രാവിലെ തന്നെ കുളിക്കുക. രാവിലെയും വൈകുന്നേരവും ഇപ്പോൾ വെള്ളം ചൂടുകാലമായ കാരണം വെള്ളക്ഷാമമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നമ്മുടെ പ്രൈവറ്റ് പാർട്സെങ്കിലും ക്ലീനായിട്ട് വെക്കാൻ ഓർക്കണം. വിയർപ്പും ഒക്കെ ഇരുന്നാൽ നമ്മുടെ ബോഡിയിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ കുളിക്കുക, വൈകുന്നേരം പറ്റുന്നവർ വൈകുന്നേരം കുളിക്കുക. അത് മേല് കഴുകിയാലും മതി. കുളിക്കാമെന്ന് വെച്ചാൽ തല കുളിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മേല് കഴുകുക. വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പം തൊട്ടിട്ട് നമ്മളിങ്ങനെ
ബെഡിലൊക്കെ കിടന്ന് ആദ്യം നമ്മൾ ബെഡിലൊക്കെ ഇരുന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുക, ലാപ്ടോപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നീട് അത് മാറി കെടുക്കലും ചാഞ്ഞിരിക്കലും കെടുക്കലൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ബെഡിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ടേബിളും ഒരു ചെയറും ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവയ്ക്കണം നല്ലതാണ്. പക്ഷേ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1/2-3 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇരിക്കരുത്. ഇപ്പം നമ്മൾ ഓഫീസിലാണെങ്കിൽ പോലും ഒരു മണിക്കൂർ, 1/2-3 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് നടക്കും. ഇപ്പോൾ വാഷ്റൂം പോകാനാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഓഫീസിലുള്ളവർ പോകും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളം, കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് വെള്ളം കുടിക്കില്ല. ആക്ച്വലി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീരെ കോൺഷ്യസ് ആവില്ല. നമ്മൾ ഓഫീസിലിരിക്കുന്ന സമയത്താകുമ്പോൾ ജസ്റ്റ് ഇരുന്ന് കുറച്ച് മടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ജസ്റ്റ് എണീറ്റ് നടക്കും. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യില്ല. അത് കാരണം കൊണ്ട് ആക്ച്വലി എണീറ്റ് നടക്കണം എന്നുള്ള കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം നല്ലപോലെ കുടിക്കണം. ചൂടുകാലമായ കാരണം നല്ലവണ്ണം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡ്രെയിനായിപ്പോയി എനർജി പോവും. എനർജി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലവണ്ണം വെള്ളം കുടിക്കുക. കുപ്പിയിൽ കൊണ്ടുവച്ചാലും കുഴപ്പമില്ല, കൊണ്ടുവച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എണീറ്റ് പോയി കുടിക്കണം. അതിപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 1/2-3 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കുക. ഒന്ന് അവിടത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന എക്സസൈസൊക്കെ ഉണ്ട്. നമുക്ക് ഓഫീസിൽ മെയിൽസൊക്കെ വരാറില്ല, ഇങ്ങനെ കഴുത്തിങ്ങനെ കാലിങ്ങനെ കൈയിങ്ങനെ നീട്ടുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഇരുന്നോടത്ത് ഇരുന്നിട്ടും ചെയ്യാം. എണീറ്റ് ഒന്ന് നടക്കുകയാണ് ആക്ച്വലി നമുക്ക് എപ്പോഴും ഒരു ഇത്തിരി എനർജി കൂടുതൽ കിട്ടാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അത്. പിന്നെ നിങ്ങൾ ഈ സമയത്ത് ഫോൺ അഡിക്റ്റ് ആവാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാഹചര്യം ഇപ്പോഴാണ്. നമുക്കിപ്പോൾ വേറെ പ്രത്യേകിച്ച് പുറത്ത് പോകാനോ ചെയ്യാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും ഫോണിൽ നോക്കി കുത്തിയിരിക്കരുത്. ഫോണിൽ നോക്കി അത് അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാലും നമ്മൾ ഈ അഡിക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോൺ അഡിക്ഷൻ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ നിങ്ങളുടെ ഹോബീസായ പണ്ടുണ്ടായിരുന്ന ഹോബീസ് ഇപ്പോൾ തിരിച്ച് വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ സമയമാണ്. വായിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണോ, ടി വിയിലിരുന്ന് സിനിമ കണ്ടോളൂ, അതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ ടി വിയിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ചാനലിലായാലും അപ്പോൾ ഫോൺ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെത്താൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരായിട്ട് സംസാരിക്കുക. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഫോൺ എടുക്കുക, വീട്ടിലേക്ക് വിളിക്കുക. ടെക്സ്റ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ വിളിച്ച് സംസാരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു മെയിൻ കാര്യമാണ് ബി കണക്റ്റഡ് വിത്ത് പീപ്പിൾ ത്രൂ ഫോൺ. നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. അതൊക്കെ ഇനി ഒരു 21 ദിവസം കഴിഞ്ഞ് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. സെൽഫ് കെയർ, ബോഡി കെയർ. അതായത് നിങ്ങളിപ്പോൾ ഇത്രയും ബിസി ഡേയ്സാണ്. നിങ്ങളിപ്പോൾ ഇപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വരാത്ത ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അഡീഷണൽ ടൈം അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫേസ് പാക്സ് ട്രൈ ചെയ്യാം, ബോഡി സ്ക്രബ് ട്രൈ ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ മുടീനെ കെയർ ചെയ്യാം, നല്ല ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിന്നിനെ കുറച്ച് പാമ്പറിങ് ചെയ്യാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആവുന്നില്ല, ഇമോഷണലി നിങ്ങൾ ഭയങ്കര വീക്കാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് നമ്മൾ സ്വയം ശ്രമിക്കാണ്ട് പറ്റില്ല. വേറൊരാൾക്ക് നമ്മളോട് പറഞ്ഞു തരാമെന്ന്, അപ്പം ഞാൻ നിങ്ങൾക്കിത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ മനസ്സിനുള്ളിലെ കാര്യങ്ങൾ മാറ്റാൻ എനിക്ക് പറ്റില്ല. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം. അപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരും അതിന് ശ്രമിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഫുൾ ടൈം ഇരുന്നിട്ട് ന്യൂസ് കാണാണ്ടിരിക്കുക. അതായത് ന്യൂസിൽ പല രീതിയിലുള്ള വാർത്തകൾ വരും. അപ്പം നമ്മൾ ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് 24 മണിക്കൂർ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലപോലെ വീക്കാവും. നമുക്ക് കൂടുതൽ ആൻസൈറ്റി വരും. അത് കാരണം കൊണ്ട് നമുക്ക് പ്രഷർ ഇൻക്രീസ് ആവാം. ബോഡി കംപ്ലീറ്റ്ലി നമ്മൾ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം വിചാരിച്ചിട്ട് നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. ഞാൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് പഴയ പോലെ ആണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ.
ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നമ്മൾ ഈ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അല്ലേ, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. നമുക്ക് ഈ ഒരു മാനസികമായിട്ട് നമ്മൾ ഈ ആലോചനകളൊക്കെ നിർത്തുന്നതിൻ്റെ കൂടെ തന്നെ വേണ്ട മെയിൻ കാര്യമാണ് ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണം. നല്ല ഭക്ഷണം നമ്മൾ വീട്ടിലിരിക്കുകയാണ്, നല്ല വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ചൂടുകാലം കൂടിയാണ്, അപ്പോൾ നോൺ വെജ് ഐറ്റംസൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. കൂടുതൽ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കാം. അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മനസ്സിലും ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും. അത് നമ്മൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓഫീസിൽ പോകുന്നു വരുന്നു, അവിടെ തന്നെ കുറച്ച് സമയം പോകും. ഇവിടെ നമുക്ക് അതൊന്നുമില്ല, ഓഫീസിൽ പോകാനും വരാനൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എക്സ്ട്രാ ടൈം തന്നെയാണ്. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കാൻ പറ്റും. അതുപോലെ മെയിനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, കാമായിട്ടിരിക്കുക, ഒന്നിനെയും പറ്റി വറി ചെയ്യേണ്ട. ഒരുപാട് നമുക്ക് നമ്മുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് എനിക്കും അറിയാം. പക്ഷേ ഒരുപാട് നമ്മൾ അതിനെപ്പറ്റി വിഷമിച്ചിട്ട് എന്താ കാര്യം അല്ലേ? ഒരുപാട് അതിനെപ്പറ്റി ഉണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെയും കൂടി മനസ്സമാധാനം പോവുള്ളൂ. അപ്പോൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യാതെ മാക്സിമം നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ അതിൻ്റെ ഒരു കാരിയർ ആവാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കേണ്ടതൊക്കെ കുറയ്ക്കുക. ഈ 21 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 14-ാം തീയതി അല്ല, വിഷുവിൻ്റെ അന്നും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും എല്ലാവരും അസുഖമൊക്കെ മാറി ഭേദമാവണമെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് ഭക്ഷണം അനാവശ്യമായിട്ട് നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. അത് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാക്സിമം അത് കഴിക്കണം, അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വേസ്റ്റ് ആക്കണതിന് വലിയ പാപം വേറെ ഇല്ലല്ലോ, നമുക്കറിയാം. മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ആൾക്കാരുമായിട്ട് സംസാരിക്കുക ത്രൂ ഫോൺ. ഓക്കെ, ഫോണിൽ കൂടെ സംസാരിക്കുക. ടി വിയിൽ എന്തെങ്കിലും ഷോസൊക്കെ ഉണ്ടെങ്കിൽ കാണുക, പാട്ട് കേൾക്കുക, ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഈവൻ ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിനത് സന്തോഷം നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പം നമുക്ക് ശ്രമിക്കേണ്ടത് നമ്മൾ ഹാപ്പി ആയിരിക്കാനാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അങ്ങനെ വന്നുപോയി. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ. ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ, ഇപ്പോൾ ഓൾറെഡി എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സിറ്റുവേഷൻ എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ അവർ ഇതിലും മാനസികമായിട്ട് ഒരുപാട് സംഘർഷത്തിലായിരിക്കും അല്ലേ. ഒരുപാട് വയ്യായതും എന്താ പറയുക, എല്ലാവരും അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ബൈ.